വാട്ട് ഈസ് ടൊഫു, മൊഫു ആൻഡ് ബൊഫു? ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംതിങ് തോന്നുന്നുണ്ടോ? നമ്മുടെ മാർക്കറ്റിങ്ങിനകത്ത് സ്റ്റേജ് ഓഫ് ഫണൽസുകളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊരു പർട്ടിക്കുലർ മെറ്റാ ആഡ്സിനോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സിനോ മാത്രമായിട്ടുള്ള ഒരു ഫണൽസ് അല്ല ഇത് പറയുന്നത്. ഓൾ ഓവർ മാർക്കറ്റിങ്ങിനകത്തുള്ള ഒരു ഫണൽ സിസ്റ്റമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു 3 ഫണൽസും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആഡ്സിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ടൊഫു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം, നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചിട്ട് ആളുകൾക്ക് അറിയില്ല. സോ നിങ്ങളുടെ ബ്രാൻഡ് എന്താണെന്നുള്ളത് ആളുകളെ അറിയിക്കുന്ന സ്റ്റേജാണ് ടോപ്പ് ഓഫ് ദി ഫണൽ അഥവാ ടൊഫു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഒരു ആഡ്സ് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് ഒരു വൈഡ് റേഞ്ച് ഓഡിയൻസിനകത്തേക്ക് നിങ്ങളെ ബിസിനസ് എന്താണെന്നുള്ളത് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ട ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് അവയർനെസ്, അതേപോലെ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അതേപോലെ എഡ്യൂക്കേഷണൽ കോണ്ടന്റുകൾ ചെയ്യുക. നിങ്ങളുടെ ബ്രാൻഡ് എന്താണെന്നുള്ളത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കോണ്ടന്റുകൾ അതിനകത്തേക്ക് കൊണ്ടുവരിക. രണ്ടാമത്തതാണ് മൊഫു അഥവാ മിഡിൽ ഓഫ് ദി ഫണൽ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡറേഷൻ ആണ്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചിട്ട് അവർക്കറിയാം, ബട്ട് സ്റ്റിൽ ദേ ആർ എക്സ്പ്ലോറിംഗ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ബ്രാൻഡിന്റെ വാല്യൂ എന്താണെന്നുള്ള ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാമ്പയിൻസുകളാണ് എൻഗേജ്മെന്റ് ക്യാമ്പയിൻസ് ചെയ്യുക, ലീഡ്സ് ക്യാമ്പയിൻ ചെയ്യുക, വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാം, അതേപോലെ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാം. ഇതിലൂടെയൊക്കെ നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ എന്ത് ചെയ്യുക ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് ബൊഫു എന്ന് പറയുന്നത് അഥവാ ബോട്ടം ഓഫ് ദി ഫണൽ. നമ്മളെ കസ്റ്റമറിനെ കൺവേർട്ട് ചെയ്യുക. ഈ ഒരു സ്റ്റേജിൽ ഗെറ്റ് ദം ടേക്ക് ആക്ഷൻസ്, അവരെ കൊണ്ട് നമ്മളൊരു ആക്ഷൻസ് എടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരു സൈനപ്പ് ആവാം, ഒരു പർച്ചേസ് ആവാം, അല്ലെങ്കിൽ ഒരു ബുക്കിംഗ് ആവാം. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ട ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ആഡ്സുകൾ ചെയ്യുക, അതേപോലെ റീടാർഗറ്റിംഗ് ആഡ്സുകൾ ചെയ്യുക. ഈ ഒരു 3 സ്റ്റേജ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു ക്യാമ്പയിൻ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കൺവേർഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഇനി ഒന്നുകൂടി ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ടിപ്സ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു കൺവേർഷൻ ആഡ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് ബിഫോർ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ വെറുതെ ഒന്ന് റൺ ചെയ്യാം. എന്നിട്ട് നിങ്ങളൊരു കൺവേർഷൻ ആഡ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു 3 ടേംസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്യാമ്പയിനിൽ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് മാറാൻ പറ്റും.